പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ലോഹങ്ങളുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ്. പലതരത്തിലുള്ള സവിശേഷതകൾ ലോഹങ്ങൾക്കുണ്ട്. അത് എടുത്തു പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കേണ്ട ഒരു സയൻസ് ചാപ്റ്ററാണ് ലോഹങ്ങൾ. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് കടന്നാലോ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ കടക്കാം നമ്മുടെ ഡിസ്കഷനിലേക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത് ലോഹങ്ങളുടെ ചില പൊതുവായിട്ടുള്ള സവിശേഷതകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സവിശേഷത മാലിയബിലിറ്റി ആണ്. എന്താണ് മാലിയബിലിറ്റി? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ മിഠായികളും ചോക്ലേറ്റുകളും ഒക്കെ പൊതിയാൻ ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ കണ്ടിട്ടുണ്ടല്ലോ. വളരെ നേർത്തതല്ലേ, വളരെ കനം കുറഞ്ഞ തകിടുകളല്ലേ. ഇങ്ങനെ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ് തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. അപ്പോൾ നമുക്ക് മിഠായികളും ചോക്ലേറ്റുകളും ഓർത്ത് വെച്ച് അവയുടെ അലുമിനിയം ഫോയിലിനെ ഓർത്ത് വെച്ച് മാലിയബിലിറ്റി എന്താണെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ മാലിയബിലിറ്റി എന്ന് വെച്ചാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. ഇനി ഈ സവിശേഷത ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് സ്വർണം. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് സ്വർണം. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ബൾബ് കണ്ടിട്ടില്ലേ? ബൾബിനകത്ത് ടങ്സ്റ്റൺ ഫിലമെന്റ് കണ്ടിട്ടുണ്ടല്ലോ. ഇതിവിടെ ചിത്രമുണ്ട്. ഇത് അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് നമ്മളിങ്ങനെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും. അതായത് അതിന് ഡക്റ്റിലിറ്റി ഉണ്ട്. ആ ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നത്. ആ ഒരു കഴിവാണ് ഫിലമെൻ്റായിട്ട് ഈ ടങ്സ്റ്റനെ ഉപയോഗിക്കുന്നതിനുള്ള കാരണം തന്നെ. അപ്പോൾ ഡക്റ്റിലിറ്റി ഇല്ലെങ്കിൽ ടങ്സ്റ്റനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ ലോഹങ്ങളിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനമാണ്. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് സ്വർണ്ണമാണെങ്കിൽ ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്നത് പ്ലാറ്റിനമാണ്. ചോദ്യം വരാം. ഓക്കെ, കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവയ്ക്കൊക്കെ ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ്, ഉയർന്ന ഡക്റ്റിലിറ്റിയാണ് ഇതിന് കാരണം. കോപ്പർ, സ്വർണം നമ്മൾ നേർത്ത കമ്പികളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാരണം അതിന് ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതുകൊണ്ടാണ്. പ്ലാറ്റിനത്തിനാണ് ലോഹങ്ങളിൽ ഏറ്റവും ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു സവിശേഷതയാണ് കാഠിന്യം. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇരുമ്പൊരു ലോഹമല്ലേ, ഇരുമ്പ് ഭയങ്കര കാഠിന്യം കൂടിയൊരു ലോഹമല്ലേ. പക്ഷേ എല്ലാ ലോഹങ്ങളും ഇതേ കാഠിന്യം ഉണ്ടാവണമെന്നില്ല. ചില ലോഹങ്ങൾ മൃദുലോഹങ്ങളാണ്, അതായത് കട്ടി കുറഞ്ഞ ലോഹങ്ങളാണ്. അതിൽ പെടുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. പീരിയോഡിക് ടേബിളിലെ S ബ്ലോക്കിലെ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് നമ്മുടെ ലിഥിയവും സോഡിയവും പൊട്ടാഷ്യവും. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവ മൃദുലോഹങ്ങളാണ്. നമുക്ക് കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ഇവയെ മുറിക്കാൻ പറ്റും. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സോഡിയം ലോഹം മുറിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. നിങ്ങൾ മുറിച്ച് നോക്കിയാൽ ഉണ്ടാകുന്ന പുതിയ പ്രതലത്തിന് വളരെയധികം തിളക്കം ഉണ്ടാവും. ഈ തിളക്കത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലോഹദ്യുതി. ലോഹങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ഉണ്ടാകുന്ന പുതുതായിട്ട് രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കം ഉണ്ടാവും. ഇങ്ങനെ ഈ സവിശേഷതയാണ് നമ്മൾ ലോഹദ്യുതി എന്ന് പറയുന്നത്. ദ്യുതി ഒരു തിളക്കം. ഓക്കെ, ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയെ നമ്മൾ ലോഹദ്യുതി എന്ന് വിളിക്കുന്നു. അപ്പോൾ എത്ര സവിശേഷതകളായി? ഒന്നാമത്തേത് മാലിയബിലിറ്റി, രണ്ടാമത്തേത് ഡക്റ്റിലിറ്റി, മൂന്നാമത്തേത് കാഠിന്യം, നാലാമത്തേത് ലോഹദ്യുതി. ഇനിയൊരു സവിശേഷത കൂടിയുണ്ട്. അതാണ് താപചാലകത. നമുക്കറിയാലോ, ലോഹങ്ങളൊക്കെ നല്ല താപചാലകങ്ങളാണ്. താപചാലകം എന്ന് വെച്ചാൽ താപത്തെ നല്ലപോലെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അപ്പോൾ താപചാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയവും കോപ്പറും. നമ്മൾ അലുമിനിയം പാത്രങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലേ? കാരണം എന്താ? അലുമിനിയം നല്ലൊരു താപചാലകമുള്ള ലോഹങ്ങളാണ്, താപചാലകത കൂടിയ ലോഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയത്തിനെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ താപചാലകങ്ങളാണ് നമ്മുടെ ലോഹങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ് താപചാലകം? വെള്ളിയാണ്. ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി ഉള്ള ലോഹം ഏതാണ്? അത് പ്ലാറ്റിനമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അത് സ്വർണ്ണമാണ്. ഓക്കെ, ഇനി
ഇനിയൊരു സവിശേഷതയുണ്ട്, എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്, വൈദ്യുതിയും കടത്തിവിടും. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണെന്ത്? വൈദ്യുത ചാലകത. അപ്പോൾ താപചാലകതയോ? ഒരു പദാർത്ഥത്തിന് അതിലൂടെ താപം കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത. അപ്പോൾ ലോഹങ്ങൾ എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ വെള്ളിക്ക് 2 അവാർഡാണുള്ളത്. ഒന്ന് മികച്ച താപചാലകം, 2 ഏറ്റവും മികച്ച വൈദ്യുത ചാലകം. അപ്പോൾ വെള്ളി നമുക്ക് വൈദ്യുത ചാലകമായിട്ട് ഉപയോഗിക്കാം. ചാലകതയുടെ കാര്യത്തിൽ അതിന് തൊട്ടു പിറകിലായിട്ട് ആരെല്ലാം ഉണ്ട്? കോപ്പറോ അലുമിനിയം ഉണ്ട്. അതേപോലെയല്ലേ അവ താപചാലകതയുടെ കേസിലും. പക്ഷേ വെള്ളിയെ തോൽപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? അലുമിനിയത്തിനും കോപ്പറിനും കഴിഞ്ഞിട്ടില്ല. വെള്ളിയാണ് മികച്ച താപചാലകവും മികച്ച വൈദ്യുത ചാലകവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ വൈദ്യുത കമ്പികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ കൊണ്ടാണ്. കാരണം എന്താ? വൈദ്യുത ചാലകത ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനിയൊരു സവിശേഷതയുണ്ട്, അതാണ് നമ്മുടെ സൊണോരിറ്റി. നമ്മൾ മണി അടിക്കുന്ന കേട്ടിട്ടില്ലേ? നമ്മുടെ ചെണ്ടമേളത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന മണി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം ഈ ലോഹങ്ങളുടെ പുറത്ത് ലോഹം ഒരു കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ലോഹത്തിനുണ്ട്. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ലോഹത്തിനുണ്ട്. ആ ഒരു കഴിവിനെയാണ് നമ്മൾ സൊണോരിറ്റി എന്ന് പറയുന്നത്. സൊണോരിറ്റി എന്ന് പറയും. അപ്പോൾ ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, അതേപോലെ കാഠിന്യം, താപചാലകം, അതേപോലെ വൈദ്യുത ചാലകം. പിന്നെ ഒരു കഴിവ് കൂടി നമ്മൾ പഠിച്ചു, അതാണ് സൊണോരിറ്റി, ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ്. ഇനി കുറച്ച് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ്. ഇരുമ്പ് ഉരുകണമെങ്കിൽ എത്ര ചൂട് കൊടുക്കണം? അറിയാലോ. ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയാണ്. പക്ഷേ ഈ ഒരു സവിശേഷതയെ ആ ഒരു കഴിവ് ലോഹത്തിനുണ്ട്. പക്ഷേ ഈ വില കളയാൻ വേണ്ടിയിട്ട് കുറച്ച് 3 ഉണ്ടാവുമല്ലോ, കുറച്ച് 4-5 ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഗാലിയവും സീസിയവും മെർക്കുറിയും. ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. നമ്മൾ ഈ ലോഹങ്ങളെ അവ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയാണെന്ന് പഠിച്ചു വെക്കും. പക്ഷേ ഒരു പേര് കളയാൻ വേണ്ടിയിട്ട് 3 ഉണ്ട്. അതാണ് ഗാലിയവും സീസിയവും മെർക്കുറിയും. ഇവ എന്ത് ചെയ്യുന്നു? ഉയർന്ന താപനിലയിലല്ല, താഴ്ന്ന താപനിലയിലാണ് ഉരുകുന്നത്. അതേപോലെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നേരത്തെ നമ്മൾ മൃദുലോഹങ്ങളിലും പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവയ്ക്ക് സാന്ദ്രത കുറവാണ്. അതേപോലെ ഗാലിയം, സീസിയം, മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ്. പൊതുവെ ലോഹങ്ങൾ ഉയർന്ന താപനിലയിൽ ഉരുകുകയും ഉയർന്ന സാന്ദ്രത ഉള്ളവയാണ്. പക്ഷേ ഈ 2 കേസ് അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഗാലിയവും സീസിയവും മെർക്കുറിയും ഈ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നു. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ പെടുന്നവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അടുത്തതായിട്ട് നമുക്ക് അന്തരീക്ഷവായുവുമായുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം നോക്കാം. ലോഹങ്ങൾ അന്തരീക്ഷവായുവിലെ ഘടകങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ട് വിവിധ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ലോഹപ്രതലത്തിൽ തിളക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് അന്തരീക്ഷവായുവായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോഹദ്യുതി നഷ്ടപ്പെടും. ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ സോഡിയം, അവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സോഡിയം ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു. ആ സമയത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അതായത് ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്. ഇനി പൊട്ടാസ്യവും കാൽസ്യവും ഇവ രണ്ടും തണുത്ത ജലവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പൊട്ടാസ്യവും കാൽസ്യവും തണുത്ത ജലവുമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലോഹങ്ങളുടെ അന്തരീക്ഷവുമായിട്ടുള്ള പ്രവർത്തനവും ജലവുമായിട്ടുള്ള പ്രവർത്തനവും അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ ലോഹസങ്കരങ്ങളെ പറ്റിയിട്ടാണ്. ലോഹസങ്കരങ്ങൾ എന്ന് വെച്ചാൽ 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. 2 അതിലധികമോ ലോഹങ്ങൾ, ഇവയുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ലോഹസങ്കരങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയ്ക്ക് ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലം ഉണ്ടാവും. അതേപോലെ ലോഹനാശനത്തെ ചെറുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ 90% ലോഹങ്ങൾ ലോഹസങ്കരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? നല്ല ബലം ഉണ്ടാവും, അതേപോലെ ലോഹനാശനത്തെ ചെറുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് ലോഹസങ്കരങ്ങളും അവയുടെ ഘടകലോഹങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ടേബിൾ. അപ്പോൾ ലോഹസങ്കരം ബ്രാസ്, ബ്രോൺസ്, നിക്രോം, അൽനിക്കോ. ലോഹ ഘടകങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാലോ. ബ്രാസ്, അതായത് നമ്മൾ പിച്ചള, കോപ്പറും സിങ്കുമാണ് ഘടകലോഹങ്ങൾ. ഇനി ബ്രോൺസ് നോക്കിയേ, ഓട്. കോപ്പറും ടിന്നുമാണ് അതിൻ്റെ ഘടകലോഹങ്ങൾ. നിക്രോമിൽ നിക്കലും ക്രോമിയവും അയണും. അൽനിക്കോയിൽ അയണും അലുമിനിയവും നിക്കലും കൊബാൾട്ടും. അപ്പോൾ നിക്രോമും അൽനിക്കോവും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. നിക്രോം, നിക്കൽ, ക്രോമിയം, അതിൻ്റെ കൂടാതെ അയണും ഉണ്ട്. അൽനിക്കോയിലോ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, കൂടാതെ അയണും ഉണ്ട്. ഇനി ബ്രാസ്, ബ്രോൺസ്. ബ്രാസിൽ കോപ്പർ, ബ്രാസിലും ബ്രോൺസിലും കോപ്പർ ഉണ്ട്. പക്ഷേ ബ്രാസിൽ സിങ്കാണ് മറ്റൊരു ഘടകലോഹങ്ങൾ, ബ്രോൺസിൽ ടിന്നുമാണ്.
ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ ഈ ലോഹസങ്കരങ്ങളും അവയുടെ ഘടകലോഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ലോഹങ്ങൾ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം നോക്കാം. ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? നമ്മൾ ഇതിനു മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്താണെന്ന്. ഏതാണ് വാതകം? ഹൈഡ്രജൻ ആണ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: സിങ്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സിങ്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. കാരണം എന്താ? സിങ്ക് ഒരു ലോഹമാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ആസിഡാണ്. അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അത് ഹൈഡ്രജൻ ആയിരിക്കും. ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഇവിടെ സൈഡിലായിട്ട് ലോഹങ്ങൾ എവിടെ നിന്നെന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്. അപ്പോൾ ലോഹങ്ങളെ പറ്റി, ലോഹ നിർമ്മാണത്തെ പറ്റി പഠിക്കണമെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചാൽ മതി. അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ലോഹ നിർമ്മാണത്തെ പറ്റി, ലോഹങ്ങൾ എവിടെ നിന്ന് ഉണ്ടാവുന്നു, എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിലും ഉണ്ട്, ലോഹങ്ങൾ മനുഷ്യ ശരീരത്തിലും ഉണ്ട്. ചെറിയ അളവിലാണെങ്കിലും ചില ലോഹധാതുക്കളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ ഏത് ലോഹം അടങ്ങിയിട്ടുള്ളത്? ഇരുമ്പാണ്. അതേപോലെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏതാണ് ആവശ്യം? കാൽസ്യമാണ്. ഇനി കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ആവശ്യമാണ്. ഈ ലവണങ്ങൾ ആവശ്യമാണ്. ഇനി വളരെ നേരിയ തോതിലാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ സിങ്ക്, കോപ്പർ, സെലീനിയം മുതലായവയുണ്ട്. അപ്പോൾ ഇരുമ്പ് ഹീമോഗ്ലോബിനിലുണ്ട്, സോഡിയവും പൊട്ടാഷ്യവും നമ്മുടെ കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു, കാൽസ്യം നമ്മുടെ എല്ലിനും പല്ലിനും വേണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ലോഹം ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുന്നത് ഇവിടെ ലോഹനാശനത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ഇരുമ്പ് തുരുമ്പിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. കൊറോഷൻ ഓഫ് മെറ്റൽ. ലോഹങ്ങൾ കാലപ്പഴക്കം സംഭവിക്കും. അപ്പോൾ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ലോഹനാശനം എന്ന് പറയുന്നത് ലോഹങ്ങൾക്ക് കാലപ്പഴക്കം സംഭവിക്കുന്നതാണ്. അതായത് അവ വിവിധ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മറ്റ് രൂപങ്ങളിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് ലോഹങ്ങളുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ്. അതേപോലെ വിവിധ പ്രവർത്തനങ്ങൾ ആസിഡുമായിട്ടും ജലവുമായിട്ടും അതേപോലെ അന്തരീക്ഷമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതും പിന്നെ സങ്കരങ്ങളും ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങളൊരു അരമണിക്കൂർ ഒന്ന് ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പോയിന്റ് കിട്ടാവുന്ന ചാപ്റ്റർ തന്നെയാണ്. ഈസിയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലൊരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷനായിട്ട് കാണാം. അതുവരേക്കും ബൈ.